ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചീരാൽ എന്നൊരു സ്ഥലത്താണ്. ഇവിടെ വന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി ബേർഡ് ട്രാവൽ ഹബ്. ഇത് ഇവിടെ കാണുന്നുണ്ട്, ഇതിന്റെ സിംഗം എഡിഷനിലുള്ള ഒരു ബസ്സാണിത്. ഈ ഒരു ബസ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീംകേച്ചർ DC മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ മുൻഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. മുൻഭാഗത്ത് നോക്കുവാണെങ്കിൽ വലുതായിട്ട് ഹണി ബേർഡിന്റെ നെയിം കാണാൻ പറ്റും. അതിൽ തന്നെ ഒരു ഡിസൈനിങ് ഒക്കെ നമുക്ക് കൊടുത്തിട്ട് കാണാൻ പറ്റും. പിന്നെ മുകൾ ഭാഗത്ത് റൂഫ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ചിന്റെയും വൈറ്റിന്റെയും കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മിററിലേക്ക് നോക്കുവാണെങ്കിൽ മിററിലും ചെറിയ രീതിയിലുള്ള ഡിസൈനിങ് ഒക്കെ വന്നിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ എഡിഷൻ നെയിം, സിംഗം എഡിഷന്റെ നെയിം ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ പിക്സൽ ലൈറ്റ്സ് കാണാൻ പറ്റും. അവിടെയൊക്കെ പിക്സൽ ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൊബൈലൊക്കെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ള പിക്സൽ ലാംപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി താഴേക്ക് പോവുകയാണെങ്കിൽ വലിയ എയർ ഡാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ പ്രകാശിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിലും ലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. വൈറ്റ്, ബ്ലൂവിന്റെയും റെഡിന്റെയും കോമ്പിനേഷനാണ് ഈ ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. രസമുണ്ട് അതൊക്കെ കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഗ്രിൽ ലാംപ്സും, ഗ്രിൽ ലൈറ്റ്സും ഓറഞ്ചില് കോമ്പിനേഷനിലുള്ള ഗ്രിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ലാംപ്സ് കൊടുക്കുകയാണെങ്കിൽ 3 ഡൂമുള്ള ഹെഡ് ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ DRL സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. വൈറ്റുള്ള DRL വന്നിട്ടുള്ളത്. താഴേക്ക് നോക്കുവാണെങ്കിൽ ഓറഞ്ച് ഒരു ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് എന്നല്ല, യെല്ലോ എന്ന് പറയുന്നതായിരിക്കും നന്നാവുക. അതും കൊടുത്തിട്ടുണ്ട്. LED ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ വലിയൊരു ബമ്പർ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്കേർട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു പ്രസൻസ് കിട്ടുന്ന ഒരു ഇതിലാണ് കൊടുത്തിട്ടുണ്ട്. വൈറ്റിന്റെയും കോമ്പിനേഷൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇത്രയാണ് ഈ ഒരു മുൻഭാഗത്തുള്ള കാര്യങ്ങളുള്ളത്. ഇനി നേരെ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഡ്രൈവർ ഡോറിന്റെ മേലെ ഒരു പൈലറ്റ് എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഇതവിടെ ഒരു ഡാൻസിങ്ങിന്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ആയിട്ടുള്ള ബോഡി മാർക്കിംഗ് ലാംപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹണി ബേർഡിന്റെ നെയിമിംഗ് അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്ത് ഹണി ബേർഡ് ട്രാവൽ ഹബിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി ഇത് നമ്മൾ ഈ കളർ കോഡ് ആയതുകൊണ്ട് കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. വണ്ടി പോകുന്നുണ്ട്, കുഴപ്പമില്ല. അത് ഒരു വണ്ടി കൊണ്ട് അതും കൂടി പോയിട്ട് ബാക്കി പറയാം. പിന്നെ ഇതാ ഈ ഒരു വശത്ത് എമർജൻസിന്റെ ഒരു ഡോറും അതിന്റെ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യമാണ് വശങ്ങളിലുള്ള കാര്യങ്ങൾ. ഇനി നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ ഏറ്റവും മുകളിലായി ഹണി ബേർഡിന്റെ ഒരു നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. സൈഡിലുള്ള അതേ ഫോണിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ട്രാവൽ ഹബ്, AC ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രേക്ക് ലാമ്പ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ ഹണി ബേർഡിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹണി ബേർഡ് ട്രാവൽ ഹബ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്. പിന്നെ ഇതിന്റെ ലൈറ്റ് വർക്ക് ചെയ്ത ഇതിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, SR ക്രിയേഷൻസ്. ഇതിന്റെ ലൈറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ തൊട്ട് താഴേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ ഒരു സിംഹത്തിന്റെ ഒരു ഇത് കാണാൻ പറ്റും. പിന്നെ ഡിക്കി, പിന്നെ ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. പിന്നെ നോർമലായിട്ട് രീതിയിൽ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ആസ്ട്ര ഡിസൈൻ ആണ് ഇത് വന്നിരിക്കുന്നത്. അതും BMR ആയിരുന്നു. അത് ഇത് കൺവേർട്ട് ചെയ്ത് ആസ്ട്രയിലേക്കാണ് ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത്. ആ രീതിയിലാണ് ഇതിന്റെ ബോഡീന്റെ കാര്യമുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ലേഡറിന്റെ ബാക്കി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ പിൻഭാഗത്തുള്ള കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ലൈറ്റ്സ്, പാട്ടിന്റെ എഫക്റ്റ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നോക്കാം. ഡ്രൈവർ ക്യാബിനും അതുപോലെ തന്നെ ഉള്ളിലുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരെ കയറുമ്പോൾ ഈ രീതിയിലാണ് ഡ്രൈവർ ക്യാബിൻ കൊടുത്തിട്ടുള്ളത്. ഡ്രൈവറുടെ സീറ്റ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ്, ഇത് അശോക് ലൈലാൻഡ് ആണ് ഇതിന്റെ ചേസും എഞ്ചിനും വരുന്നത്. ഇതിന്റെ പിൻഭാഗത്തേക്ക് നമുക്ക് ഇവിടെ ഇതിന്റെ ആംപ്ലിഫയേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കാൻ കാണാൻ പറ്റും. ഇവിടെ ബാക്കി മിക്സറും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയൊക്കെ ഉണ്ട്, സ്വിച്ചസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയാണ് ഉള്ളത്, ചെറിയൊരു സ്റ്റോറേജും ഇവിടെ കാണാൻ പറ്റും. പിന്നെ നേരെ ഡ്രൈവറിന്റെ മുകളിലേക്കാണ് ബാക്കിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത് അവിടെ വലിയൊരു ടിബറ്റൻ ഫ്ലാഗ് നമുക്ക് കാണാൻ പറ്റും. അതിന് കൂടാതെ കുറെ ഡ്രീം കേച്ചസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നല്ല രസമുണ്ട് ഇതൊക്കെ കാണാം. പിന്നെ 2 കൂളിംഗ് ഗ്ലാസും കാണുന്നു. ഇത്രയാണ് ഡ്രൈവർ ക്യാബിൻ്റെ ഉള്ളത്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറി നോക്കാം, ഉള്ളിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ എഫക്റ്റ്. ഇതിന്റെ വേറൊരു പ്രത്യേകത വിമോസ്, നമ്മളെ വിമോസ് എന്നാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിന് മുന്നേ രാജകുമാരി ഹോളിഡേയ്സിൽ അതിന്റെ എഫക്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഒരു നല്ലൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഇവിടെ ഒരു മാസ്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇവിടെയൊക്കെ മിററൊക്കെ കാണാൻ പറ്റും. ഇത്രയാണ് ഡ്രൈവർ ക്യാബിനുള്ള കാര്യങ്ങൾ. നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറി നോക്കാം.
അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. സീറ്റിംഗ് ഒക്കെ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് വരാം. പിൻഭാഗത്ത് ഹണിബേർഡിന്റെ ഒരു നെയിമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കേഴ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ക്ലാസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു പ്ലാനിങ് ചെയ്തൊരു ഇതാണ്. ഈ രീതി ലൈറ്റ് ഒക്കെ ഈ രീതിയാണ്. ഹണിബേർഡ് എന്നുള്ള ലൈറ്റ് ബ്ലൂവിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളി നല്ല ഫിനിഷിംഗ് ഉണ്ട്. വർക്കൊക്കെ നല്ല ഫിനിഷാണ്. ഈ ഒരു സബിന്റെയും അതുപോലെ തന്നെ ഇതിന്റെ നിയോൺസ് ഒക്കെ കൊടുത്തൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഫിനിഷിംഗ് ഉണ്ട്. കാണാൻ തന്നെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഈ ഇതിലാണ് ഇതിന്റെ ലൈറ്റ്സ് വരുന്നത്. ഇനി ഇതിന്റെ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാ അത്യാവശ്യം കുഴപ്പമില്ലാതെ അതായത് ചായ്ക്കാൻ പറ്റുന്ന സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ഉള്ളിൽ നിന്ന് എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു ഹണിബേർഡിന്റെ ഒരു നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സീറ്റ് എന്നിട്ട് ലെഗ് സ്പേസ് ഒക്കെ നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ള ബാക്കി ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓൺ ആക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതാ മുൻഭാഗത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു TV കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ ലൈറ്റ് കാണാൻ പറ്റും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇവിടെ നിയോൺ കൊടുത്തിട്ടുണ്ട് സ്പീക്കറിന് കവറിങ് ആയിട്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇങ്ങനെ പിക്സൽ ലൈറ്റ്സ് രണ്ട് സൈഡിലും പിക്സലിന്റെ നിയോൺ പിക്സൽ, അതായത് മൊബൈൽ വെച്ച് കൺട്രോൾ ചെയ്യാൻ പാകത്തിലുള്ള പിക്സൽ ലൈറ്റ്സ് നമുക്ക് ഇങ്ങനെ ഓടിക്കളിക്കുന്ന കാണാൻ പറ്റും രണ്ട് സൈഡിലും. അതുപോലെ തന്നെ റൂഫിലൊക്കെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതൊന്നും ഓൺ ആക്കിയിട്ടില്ല, അല്ല വേണം ഓൺ ആക്കാം നമുക്ക്. പിന്നെ സൗണ്ടിന് പറയുകയാണെങ്കിൽ വിമോസ് ആണ് സൗണ്ട് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ എഫക്റ്റ് നമുക്ക് ഒന്ന് NCS മ്യൂസിക് കണക്ട് ചെയ്തതിന് ശേഷം കേട്ട് നോക്കാം. പിന്നെ സീറ്റിന് കാര്യം ഞാൻ ഇരുന്നൊന്ന് കാണിച്ചു തരാം. ലെഗ് സ്പേസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തേക്ക് പോവാം. ഇരിക്കുമ്പോൾ ഈ രീതിയിൽ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇത്രയും ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ എഴുന്നേക്കാനും ഇറങ്ങാനും അങ്ങനെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. അത്രയും സ്പേസ് കിട്ടുന്നുണ്ട്. ഇത്രയാണ്. പിന്നെ ഫാൻസ് എല്ലാത്തിനും ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ലൈറ്റ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ മൊബൈൽ ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് മൊബൈൽ ഒരു സീറ്റിന് രണ്ട് മൊബൈൽ ചാർജിങ്ങിന്റെ പോർട്ട് വെച്ച് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇത് അവിടെയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ USB കണക്ഷൻ വെച്ചിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും ലൈറ്റ്സും ഫാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ മൊത്തത്തിലുള്ളത്. AC വണ്ടിയാണിത്. പിന്നെ റൂഫിലും പിക്സൽ ഉണ്ട്. അത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കാണിക്കുവാണെങ്കിൽ, നേരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നേരെ പിൻഭാഗത്തേക്ക് മെല്ലെ തിരിക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ അവിടെയും കാണാം. ഇത് മാസമായിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹണിബേർഡ് പേരും അതുപോലെ തന്നെ ആ സ്പീക്കറിന് ചുറ്റുള്ള ലൈറ്റും പിന്നെ റൂഫിനുള്ള ലൈറ്റും പിന്നെ അതുപോലെ തന്നെ ഈ സ്പീക്കറിന്റെ പ്ലേസിങ്ങും അടിപൊളിയാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പാർസൽ ട്രേ കട്ട് ചെയ്ത് അതിന് ശേഷമാണ് സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് അടിപൊളിയായിട്ടുള്ള പ്ലേസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. സബ്ബൊക്കെ വെക്കുന്നു, അടിപൊളിയായിട്ടുള്ള പ്ലേസിംഗ് ആണ് പറയാം. ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇനി നമുക്ക് മ്യൂസിക്കിന്റെ കാര്യം ഞാൻ ഒന്ന് കണക്ട് ചെയ്തിട്ട് സെറ്റാക്കി കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ലൈറ്റ്സും ഓൺ ആക്കിയിട്ടുണ്ട്. ഫ്ലോറിലും അതുപോലെ തന്നെ റൂഫിലും പിക്സലും എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു NCS മ്യൂസിക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് ആണ്. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഹണിബേർഡ് ട്രാവൽസിന്റെ വിശേഷങ്ങൾ ഉള്ളത്. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവരുടെ നമ്പറൊക്കെ ഇടാം, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യങ്ങൾക്കൊക്കെ വിളിക്കാം, ബുക്കിങ്ങിനും അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് വിളിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.